ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നിമി മോക്ക് ടെസ്റ്റ് സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയറിൻ്റെ ഭാഗത്തു നിന്നുള്ള പോർഷനാണ്. RCC മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ RCC ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞുള്ള 4th മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഈ വരുന്ന PSC എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് RCC. അപ്പോൾ നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് 6 mm ഡയമീറ്റർ മൈൽഡ് സ്റ്റീൽ ബാർസ് ആർ യൂസ്ഡ് ഇൻ വാൾ. വാളിൽ 6 mm മൈൽഡ് സ്റ്റീൽ ബാർസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് കൈൻഡ് ഓഫ് ബാർസ് ആയിട്ടാണ്? അത് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഒരു വാളിൽ 6 mm ഡയമീറ്ററിലുള്ള മൈൽഡ് സ്റ്റീൽ ബാർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് റീറ്റെയിനിങ് വാൾ? നമ്മൾ എന്തിനാണത് റീറ്റെയിനിങ് വാൾ കൊടുക്കുന്നത്? അത് എർത്ത് ഫില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സപ്പോർട്ടിങ് ഫിൽഡ് എർത്ത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഫോർ M15 ഗ്രേഡ് കോൺക്രീറ്റ്? M15 ഗ്രേഡിൻ്റെ ഇത് M5 മുതൽ M20 വരെ നിങ്ങൾ നിർബന്ധമായിട്ടും M25 വരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ M15ൻ്റെ റേഷ്യോ ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അത് 1:2:4 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ദ RB സ്ലാബ് ഈസ് കെപ്റ്റ് വെറ്റ്? RB സ്ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് സ്ലാബാണ്. അപ്പോൾ അത് എത്ര ദിവസം നമ്മൾ വെറ്റ് ആയിട്ട് വെക്കണം അല്ലെങ്കിൽ ക്യൂറിങ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 2 to 4 weeks ആണ് കേട്ടോ. വിച്ച് സ്ട്രക്ചർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീറ്റെയിനിങ് എർത്ത് ഓർ അതർ മെറ്റീരിയൽസ് ലൈക്ക് കോൾ ഓർ വാട്ടർ എക്സെട്ര? അതായത് നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസിനൊക്കെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താ? തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ, റീറ്റെയിനിങ് വാൾ തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഫൈൻ അഗ്രിഗേറ്റ്? ഫൈൻ അഗ്രിഗേറ്റിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ മാക്സിമം സൈസ് എല്ലാവർക്കും അറിയായിരിക്കും, 4.75 mm ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ വർക്ക് ഓഫ് ലാർജ് ഡയമെൻഷൻസ് ലൈക്ക് മാസി ഫൗണ്ടേഷൻസ്? നമ്മൾ വലിയ സ്ട്രക്ചേഴ്സിലൊക്കെ മാസി ഫൗണ്ടേഷൻസ് കൊടുക്കുമ്പം അവിടെ നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് റോൾഡ് സ്റ്റീൽ ബീംസ് ആയിരിക്കും. അതായത് ചെറിയ ഡയമീറ്ററുള്ള കമ്പിയൊന്നും അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വലിയ റോൾഡ് സ്റ്റീൽ ബീംസ് ഒക്കെ ആയിരിക്കും അവിടെ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. വാട്ട് ഈസ് ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ ദ കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷൻ ഈസ് 1:1.5:3? ഇത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണെന്നുള്ളതാണ്. അത് M20ൻ്റെ മിക്സ് റേഷ്യോ ആണ് കേട്ടോ, 1:1.5:3. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് X? ഇതൊരു പോർട്ടൽ ഫ്രെയിമിൽ എന്താണ് ആ X എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹിഞ്ച് റെയിൻഫോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. ഹിഞ്ച് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹിഞ്ച് റെയിൻഫോഴ്സ്മെൻ്റ് ആണ് ആ മാർക്ക് ചെയ്തിട്ടുള്ളത് താഴെ ഭാഗത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മേസൺട്രി ബിൽറ്റ് ഇൻ ബീംസ് സ്ലാബ്സ് ലിൻഡൽസ് കോളം? നമ്മൾ ഏത് മേസൺട്രിയിലാണ് ബീമും സ്ലാബും ലിൻഡലും കോളമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ അത് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസൺട്രി ആണ് കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള നമ്മുടെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ അത് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസൺട്രി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വാട്ട് ഈസ് ദ പെർമിസിബിൾ സ്ട്രെസ് ഫോർ ഗ്രേഡ് FE500? FE500ൻ്റെ പെർമിസിബിൾ സ്ട്രെസ് എത്രയാണെന്നുള്ളതാണ്. അത് 0.55 FI ആണ്. ഇനി അത് FE450 ഒക്കെ ആണെങ്കിൽ 0.44 FI ഒക്കെയാണ് വരുന്നത്. അപ്പം ഇത് FE500ന് അത് 0.55 FI ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബാർ ഷോൺ ഇൻ ഫിഗർ? ITI സ്റ്റുഡൻസിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇമേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റിലുള്ള എല്ലാ ഇമേജും പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഈ മോക്ക് ടെസ്റ്റിലുള്ള ഇമേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഈ കൊടുത്തിരിക്കുന്നത് ഏത് ബാറാണെന്നുള്ളതാണ്. അത് റിബ്ഡ് ഓർ ടോർ സ്റ്റീലാണ്. അതിൻ്റെ മേലിങ്ങനെ റിബൊക്കെ കൊടുത്തിട്ടുള്ള സ്റ്റീൽ ബാറിൻ്റെ ഇമേജാണിത് കേട്ടോ, റിബ്ഡ് ഓർ ടോർ സ്റ്റീൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ കോൺക്രീറ്റ്? നമ്മൾ കോൺക്രീറ്റ് വർക്കിന് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ pH വാല്യൂ എത്രയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എങ്കിലും pH വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെങ്കിലും pH വാല്യൂ ആയിരിക്കണം എന്നാണ്. അത് 6 to 8 ആണ് പറയാറ് കേട്ടോ. അവിടെ 6 and 8 എന്നാണ്. അത് 6 to 8 എന്നാണ് അവർ ഉദ്ദേശിച്ചത്. 6 to 8 ആണ് pH വാല്യൂ വരിക. വാട്ട് ഈസ് ദ മിനിമം ഡയമീറ്റർ ഓഫ് വെർട്ടിക്കൽ ബാർസ് യൂസ്ഡ് ഇൻ കോളം? കോളത്തിൽ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ ബാർസിൻ്റെ മിനിമം ഡയമീറ്റർ 12 mm ആണ് കേട്ടോ. മറക്കാതെ പഠിക്കണേ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഫെയിലിയർ ഓഫ് RCC ഫ്രെയിംഡ് സ്ട്രക്ചർ? RCC ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ഫെയിലിയർ ആവാനുള്ള ഒരു റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് റീസൺ പറയുന്നത് പുവർ കോൺക്രീറ്റ് മിക്സ് ആൻഡ് വാട്ടർ ക്വാളിറ്റി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോൺക്രീറ്റ് മിക്സ് പുവർ ആകുമ്പോഴും വാട്ടർ ക്വാളിറ്റി പുവർ ആകുമ്പോഴും ഒക്കെ ആയിരിക്കും അത് ഫെയിലിയർ ആവുന്നത്.
ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ഇതൊരു റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് മേസൺട്രി ആണ്. അപ്പം ബ്രിക്കിൻ്റെ ഇടയ്ക്ക് കമ്പി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ആ കമ്പിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പറയാം മെഷ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ് കേട്ടോ, മെഷ് റെയിൻഫോഴ്സ്മെൻറ്റ്. അടുത്ത ചോദ്യം, വെൻ ഡസ് ദ പ്രോബ്സ് ഓഫ് സ്ലാബ് ഈസ് റിമൂവ്ഡ് ഇഫ് ദ സ്പാൻ ഈസ് മോർ ദാൻ 4.5 മീറ്റർ. നമ്മൾ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ സ്ലാബിൻ്റെ ഒക്കെ കേസിൽ, ബീമിൻ്റെ ഒക്കെ കേസിൽ സ്പാന് 4.5 മീറ്ററിൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അതിൻ്റെ പ്രോപ്സ് റിമൂവ് ചെയ്യാനാണ്. അതിന് 14 ഡേയ്സ് എടുക്കും. അപ് ടു 4.5 മീറ്റർ വരെയാണെങ്കിൽ 7 ഡേയ്സും 4.5ൽ കൂടുതലാകുമ്പോൾ 14 ഡേയ്സുമാണ് എടുക്കാറുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്ലംബ് ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ്. സ്ലംബ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് കോൺക്രീറ്റിൽ ചെയ്യുന്നത്? അത് അതിൻ്റെ വർക്കബിലിറ്റി കണ്ടെത്താനാണ്. അപ്പോൾ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ചെക്ക് ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലംബ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ എക്സസ് ലെങ്ത് ഓഫ് ദി വൺ സൈഡ് ഓഫ് ദ ക്രാങ്ക്ഡ് ബാർ. നമ്മൾ ബാർ ക്രാങ്ക് ചെയ്ത് വെക്കും. അപ്പം അതിൽ എത്രയാണ് ആ എക്സസ് ലെങ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ 45 ഡിഗ്രിയിൽ ക്രാങ്ക് ചെയ്യുമ്പോഴുള്ളതാണ്. അപ്പോൾ അത് 0.414 D എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ യു ടൈപ്പ് ഹുക്ക്. ഒരു ഹുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു യു ടൈപ്പ് ഹുക്കിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. അത് 9.5 ആണ് കേട്ടോ, തെറ്റിക്കരുത്. ഒരു യു ടൈപ്പ് ഹുക്കാണ് 9.5. 2 എൻഡിലുണ്ടെങ്കിലാണ് നമ്മൾ 18.5 സെലക്ട് ചെയ്യാറുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്രെയിം സ്ട്രക്ചർ. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫ്രെയിം സ്ട്രക്ചറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ പോർട്ടൽ ഫ്രെയിം വിത്ത് ഫിക്സഡ് ബേസ് എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ ഹിഞ്ചഡ് ബേസ് ഉള്ളത് നമ്മൾ കണ്ടിരുന്നു, ഇവിടെ ഫിക്സഡ് ബേസ് ആണ് ഉള്ളത്. വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ത് കൈൻഡ് മെറ്റീരിയൽ ആണെന്നുള്ളതാണ്. കോൺക്രീറ്റ് ഒരു ബ്രിറ്റിൽ മെറ്റീരിയലാണ്. അത് പെട്ടെന്ന് പൊട്ടിപ്പോകും നമ്മൾ ജസ്റ്റ് ഇതാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മൾ അതിനകത്ത് കമ്പിയൊക്കെ കൊടുക്കുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം അബ്സോർപ്ഷൻ ലിമിറ്റ് ഫോർ കോഴ്സ് അഗ്രിഗേറ്റ് അണ്ടർ വാട്ടർ ഫോർ 24 hours. അതായത് കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ 24 hours വെള്ളത്തിലിട്ട് വെച്ചാൽ അത് എത്ര ശതമാനം വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ലെസ് ദാൻ 5% എന്നാണ് പറയൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പെർസെൻറ്റേജിലായതുകൊണ്ട് 0.05% ആയിരിക്കും വരുന്നത് കേട്ടോ. വിച്ച് മെറ്റീരിയൽ ഈസ് കോട്ടഡ് അറ്റ് ഓൾ ദ ഫേസസ് ഓഫ് കോൺക്രീറ്റ് മൗൾഡ്. നമ്മൾ കോൺക്രീറ്റ് മൗൾഡിനുള്ളിൽ നമുക്കറിയാം, നമ്മൾ കോളേജിലൊക്കെ ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കോൺക്രീറ്റ് മൗൾഡിൻ്റെ ഉള്ളിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതിലിങ്ങനെ എന്തെങ്കിലും ഓയിലൊക്കെ പുരട്ടും. അപ്പോൾ അത് ക്രൂഡ് ഓയിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ മൗൾഡിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. വാട്ട് ഈസ് ദ കൺവേർഷൻ ഫാക്ടർ ഓഫ് വെറ്റ് വോളിയം ടു ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ്. ആ കൺവേർഷൻ ഫാക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും 1.52 ആണ്. നമ്മൾ വെറ്റ് വോളിയം ഡ്രൈ വോളിയം നമ്മളൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫാക്ടർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ വെർട്ടിക്കലി ഉള്ള ബാറാണ് കേട്ടോ. അപ്പോൾ അത് വെർട്ടിക്കൽ മെയിൻ സ്റ്റീൽ. ഇതൊരു കോളത്തിൽ വെർട്ടിക്കലി ഉള്ള ബാർസാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എക്സ് എന്ന്. അപ്പോൾ ഇത് വെർട്ടിക്കൽ മെയിൻ സ്റ്റീൽ ബാറാണ്. അടുത്ത ചോദ്യം, വിച്ച് ബാർ ദ ഹുക്സ് ആർ പ്രൊവൈഡർ. ഏത് ടൈപ്പ് ഓഫ് ബാറിലാണ് നമ്മൾ ഹുക്ക് കൊടുക്കുക. അപ്പോൾ ഹുക്ക് കൊടുക്കുക എപ്പോഴും നമ്മൾ പ്ലെയിൻ ബാർസിലാണ്. കാരണം പ്ലെയിൻ ബാർസിൻ്റെ ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ നമ്മൾ വയ്ക്കുന്ന റിബ്ബഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ള ബാറാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി കോൺക്രീറ്റിൽ അതിനൊരു പിടുത്തം ഉണ്ടാവും. പക്ഷേ പ്ലെയിൻ ആയിട്ടുള്ള ബാറാകുമ്പോൾ ആ പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ആ പിടുത്തം ഒരു ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 എൻഡിലും ഹുക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ മാസ് ഓഫ് 10 mm ഡയമീറ്റർ സ്റ്റീൽ ബാർ പെർ മീറ്റർ. 10 mm ഡയമീറ്റർ സ്റ്റീൽ ബാറിൻ്റെ വെയിറ്റ് ആണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, d²/162. അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാതെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ ആൻസർ 10 mm ആയതുകൊണ്ട് 0.617 എന്നുള്ളതാണ് ആൻസർ. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലം ഫോർ RCC വർക്ക്. RCC വർക്കിൻ്റെ സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് 80 to 150 mm ആണ്. ഇതെല്ലാം സ്ലം വാല്യൂ ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതിൽ ഈ മോക്ക് ടെസ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, 80 to 150 കേട്ടോ. വിച്ച് റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്റ്റഡ് ഓൺ സൈറ്റ് ഓർ പ്രീ ഫാബ്രിക്കേറ്റഡ് ഓഫ് സൈറ്റ്. ഒന്നിൽ നമുക്ക് സൈറ്റിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അത് ഏത് കൈൻഡ് ഓഫ് റീറ്റെയിനിങ് വാളാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അത് കാൻറ്റിലിവർ റീറ്റെയിനിങ് വാളാണ്, കാൻറ്റിലിവർ റീറ്റെയിനിങ് വാൾ. വിച്ച് മെറ്റീരിയൽ ഈസ് സ്ട്രോങ് ഇൻ ടെൻസൈൽ സ്ട്രെങ്ത്. നന്നായിട്ട് ടെൻഷൻ എടുക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഡൗട്ടും വേണ്ട, സ്റ്റീലാണ് നന്നായിട്ട് ടെൻഷൻ എടുക്കുന്നത്. സാൻഡും സിമെൻറ്റും വാട്ടറും ഒന്നുമല്ല, അത് സ്റ്റീലാണ്. വിച്ച് പാർട്ട് ഓഫ് ബിൽഡിംഗ് ദ ക്ലിയർ കവർ 25 mm ഓർ ഡയ ഓഫ് ബാർ വിച്ച് എവർ ഈസ് മോർ ഈസ് യൂസ്ഡ്. 25 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ബാർ, ഇതിലേതാണോ വലിയ വാല്യൂ അതാണ് നമ്മൾ കവറായിട്ട് കൊടുക്കുക. അപ്പം അത് ഈ പറയുന്ന ഏത് എലമെൻറ്റിലാണെന്നുള്ളതാണ്. ഇത് ബീമിലാണ് കേട്ടോ. സ്ലാബിലാണെങ്കിൽ 15 mm ആണ്, ബീമിലാണ് 25 mm കൺസിഡർ ചെയ്യുന്നത്. കോളത്തിൽ 40 mm, ഫൗണ്ടേഷനിൽ 50 mm ആണ്. ബീമിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ ഇൻ വിച്ച്
കമ്പണൻസ് സച്ച് ആസ് ബീം, കോളം ആൻഡ് ഫൂട്ടിംഗ് ആർ മോണോലിത്തിക് ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ മോണോലിത്തിക്കായിട്ട് ബീമും കോളവും ഫൂട്ടിങ്ങും ഒക്കെ മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് പോർട്ടൽ ഫ്രെയിം എന്നാണ് കേട്ടോ. പോർട്ടൽ ഫ്രെയിം. വിച്ച് ഈസ് ദ ഡിഫക്റ്റ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ്. അത് ഹണികോംബ് ആൻഡ് റോക്ക് പോക്കറ്റ്സ്. ഹണികോംബ്, റോക്ക് പോക്കറ്റ്സും. വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഫോർ 50 kg സിമെൻറ്റ് ഫോർ M15 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. M15 ഗ്രേഡ് കോൺക്രീറ്റിന് എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും. അതായത് 50 kg സിമെൻറ്റിനാണ് ഇത് പറയുന്നത്. അത് 330 kg ആണ് കേട്ടോ. 330 kg ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ കുറേ ഓവർ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കണ്ട. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ. ഇത് എന്ത് സ്ട്രക്ചറാണെന്നുള്ളതാണ്. ഇതൊരു RCC ഫ്രെയിംഡ് സ്ട്രക്ചറിൻ്റെ ഫിഗറാണ്. ബീം, കോളം, സ്ലാബ് അങ്ങനെ മോണോലിത്തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോകുന്ന RCC ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. ഇനി നെയിം ദ അപ്പാരറ്റസ്. ഇതെന്ത് അപ്പാരറ്റസാണ് എല്ലാവർക്കും അറിയായിരിക്കും. സ്ലം ടെസ്റ്റിൻ്റെ അപ്പാരറ്റസാണ്. സ്ലംബ് കോൺ എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് മിക്സർ യൂസ്ഡ് ഫോർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കണ്ടിന്യൂസ് മിക്സറാണ് നമ്മളവിടെ യൂസ് ചെയ്യുക കേട്ടോ, കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ. അടുത്ത ചോദ്യം, വേർ ഡസ് കവറിങ് ഓഫ് റെൻഡർ ഈസ് യൂസ്ഡ്. കവറിങ് ഓഫ് റെൻഡർ യൂസ് ചെയ്യുക എപ്പോഴും ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ് ആയിരിക്കും കേട്ടോ, ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ടിമ്പർ ഫോം വർക്ക് കമ്പയർഡ് ടു സ്റ്റീൽ ഫോം വർക്ക്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഫോം വർക്കാണ്, കാരണം അത് കുറേ കാലം നിൽക്കും. പക്ഷേ അതിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പം ടിമ്പർ ഫോം വർക്കിൻ്റെ പ്രത്യേകത ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്, പക്ഷെ കുറേ കാലമൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പം ടിമ്പർ ഫോം വർക്കിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ചീപ്പാണ് മറ്റേത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വാട്ട് കൈൻഡ് ഓഫ് ലേബർ ഈസ് റിക്വയർഡ് ഫോർ ഇറക്ഷൻ ഓഫ് RCC സ്ട്രക്ചേഴ്സ് കമ്പയർഡ് ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അതായത് RCC സ്ട്രക്ചറും സ്റ്റീൽ സ്ട്രക്ചറും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ RCC സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ലെസ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മതി. സ്റ്റീൽ ഉണ്ടാക്കാനാണ് കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അതാണ് ഒരു ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ഇതൊരു കാൻറ്റിലിവർ റിട്ടൈനിങ് വോൾ ആണ്. അതിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം അതിൻ്റെ ഹീലാണ്. ഫ്രണ്ട് ഭാഗം ടോയാണ്, ഇത് ഹീലാണ്. വെർട്ടിക്കലി ഉള്ള പോർഷനെ നമ്മൾ സ്റ്റെം എന്ന് പറയും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഓഫ് സ്ട്രെങ്ത് ഫോർ ദ 6 month ഓൾഡ് സിമെൻറ്റ്. ഒരു 6 month ഓൾഡ് സിമെൻറ്റിന് എത്ര സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അത് 0.3% ആയിരിക്കും. അതായത് 30% എന്നാൽ നമ്മൾ 30 നമ്മൾ പറയാറ്, 30%. അപ്പോൾ അതിൽ 0 ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിഡക്ഷൻ ഒന്നുമില്ല. 3 month ആകുമ്പോൾ അത് 20 ആവും, 6 month ആകുമ്പോൾ അത് 30 ആവും, ആൻഡ് 12 month ആകുമ്പോൾ 40 ആവും, 24 month ആകുമ്പോൾ 50 ആവും. അങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 0.3. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 യോക്സ് ഇൻ എ കോളം ഫോം വർക്ക്. കോളം ഫോം വർക്കിൽ കൊടുക്കുന്ന യോക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1 meter ആണ് കേട്ടോ, 1 meter ആണ്. വാട്ട് ഈസ് ദ കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷൻ ഫോർ M10. M10ൻ്റെ കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷൻ അത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴി, അതിലുള്ള വാല്യൂസൊക്കെ കൂട്ടിയാൽ 10 കിട്ടും. അപ്പോൾ 1:3:6 ആണ് അതിൻ്റെ ആൻസർ. 1ഉം 3ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 10 കിട്ടില്ലേ. അതിവിടെ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിട്ടൈനിങ് വോൾ. ഈ കൊടുത്തിരിക്കുന്ന റിട്ടൈനിങ് വോളിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാൻറ്റിലിവർ റിട്ടൈനിങ് വോൾ ആണ് കേട്ടോ, കാൻറ്റിലിവർ റിട്ടൈനിങ് വോൾ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 12 mm ഡയമീറ്റർ റൗണ്ട് ബാർ. 12 mm ഡയമീറ്റർ റൗണ്ട് ബാറിൻ്റെ വെയ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 0.89 ആണ്. നമ്മൾ കുറച്ച് മുമ്പ് 10 mm ബാറിൻ്റെതും കണ്ടിട്ടുണ്ടായിരുന്നു, അത് 0.61 ആയിരുന്നു. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ്. മുമ്പ് പറഞ്ഞു കോൺക്രീറ്റിൽ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമേ എടുക്കൂ, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ സ്റ്റീലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീലാണ് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയമീറ്റർ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ബാർസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ഫൗണ്ടേഷൻസ്, ലാർജ് ഗിർഡേഴ്സ് ഓർ കൗണ്ടർ ഫോർട്സ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിൽ നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ഡയമീറ്ററാണ് ചോദിച്ചിട്ടുള്ളത്. അത് 40 mm ആണ് കേട്ടോ. വലിയ സ്ട്രക്ചർ അല്ലേ, വലിയ ഫൗണ്ടേഷൻ ആകുമ്പോൾ വലിയ കമ്പി വേണ്ടി വരും. അപ്പോൾ 40 mm കമ്പികളാണ് കൊടുക്കുന്നത്. 50 questions ആണ് ഇതിലുള്ളത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീക്ക് LSTD ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ് ഒക്കെ എക്സാം എഴുതുന്നവരും
PSC എക്സാം എഴുതുന്നവരും അതുപോലെ തന്നെ ITI ട്രേഡ് തിയറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. PSC പഠിക്കുന്ന ആളുകൾ ഇമേജൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻഡ് ITI പഠിക്കുന്ന കുട്ടികൾ ഇതിലുള്ള 50 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.